ഗൈസ്, അപ്പോൾ ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ ചേട്ടൻ്റെ നാളെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷനും കാര്യങ്ങളും ഹൽദി സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡാണ്, കളർ ക്രീം. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. നമ്മുടെ അപ്പോൾ ഡാൻസ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ ആകെ നല്ല മഴയൊക്കെ ആയിപ്പോയി ഗൈസ്. മുടിയൊക്കെ നനഞ്ഞ് ചീഞ്ഞ് ആകെ നനഞ്ഞ് കുളിച്ച് എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മര്യാദയ്ക്കൊക്കെ വൃത്തിയിലൊക്കെ വരാമെന്നൊക്കെ വെച്ചതാണ്. മഴ സമ്മതിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മളപ്പോൾ ഇനി കുറച്ച് അവിടെ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മധുരം കൊടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഓരോരുത്തർ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് വന്നിട്ട് മധുരം കൊടുത്തിട്ട് പോകും. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്, അവരുടെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് നിജിത്ത് എന്നാണ് കേട്ടോ, നമ്മൾ ജിത്തു ചേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അവിടെ ആ ഒരു ഹോൾ ഫാമിലിയുടെ ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ അത് കുറച്ച് മാസം മുമ്പായിരുന്നു എൻ്റെ കസിൻ്റെ ആ ബാക്കി കണ്ടില്ലേ, അമ്മൂൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ കല്യാണം കട്ടിച്ചു പൊളിച്ചാണ് അമ്മൂൻ്റെ. പക്ഷേ അതിൻ്റെ വ്ളോഗ്സ് ഒന്നുമില്ല ഗൈസ്. ഞാൻ ആ ടൈമിൽ ആക്റ്റീവ് ആയിരുന്നില്ല, സാഡ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടത് ശ്യാമാണ്, എൻ്റെ അമ്മായിയുടെ മോൻ. അപ്പോൾ നമ്മുടെ പരിപാടികളും ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് മനസ്സിലായപ്പോഴുള്ള രാജേഷ് മാമൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അമ്മൂന്ന്. അപ്പോൾ അമ്മൂൻ്റെ ഫാമിലിയാണ് ഇത്, ഉണ്ണിമാമൻ, അമ്മമ്മായി, പിന്നെ അമ്മൂൻ്റെ അനിയൻ കണ്ണൻ. അപ്പോൾ അവരെല്ലാവരും മധുരം കൊടുക്കണം. അപ്പോൾ അമ്മൂൻ്റെ ഹസ്ബൻഡ് നിഖിൽ ചേട്ടൻ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല, ചേട്ടൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഇങ്ങനെ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. സൈഡിൽ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും മധുരം കൊടുക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇതേ എൻ്റെ കസിൻ സഞ്ജാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടത് എൻ്റെ അമ്മാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുകയാണ് എല്ലാവരുടെയും. പിന്നെ ഇടയ്ക്ക് ദക്ഷിണ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇത് ചിന്തു ചേട്ടൻ്റെ ക്ലാസ്സാണ്. ചിന്തു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ ചെക്കൻ ഉണ്ടല്ലോ, ജിത്തു ചേട്ടൻ്റെ അനിയനാണ്. ശരിക്കുള്ള പേര് നിജിൻ എന്നാണ്, നമ്മൾ ചിന്തു എന്നാണ് വിളിക്കുക. അപ്പോൾ ചേട്ടൻ്റെ ഈ 3D ക്ലാസ്സാണിത്. അതൊക്കെ വെച്ച് ഞാൻ ഷോ കാണിച്ച് നടക്കുകയാണ് ഗൈസ്, വെറും പ്രഹസനം മാത്രം. അപ്പോൾ അത് അവിടെയാണെന്നുണ്ടെങ്കിൽ ചിത്തു ചേട്ടൻ്റെ ഭയങ്കര ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡാൻസ്. ഗൈസ്, എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സോങ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്തതിൻ്റെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡാൻസും കഴിഞ്ഞു. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വട്ടമേശ സമ്മേളനം പോലെ എന്താണ് ഈ നോക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ കളിച്ച ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കിയാണ്. അപ്പോൾ ഡാൻസിൻ്റെ ഫുൾ പാട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാൽക്കണിയിലൊക്കെ പോയിട്ട് ജസ്റ്റ് നോക്കിയായിരുന്നു, മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ഫംഗ്ഷൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. പിന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ രാത്രി ക്യാമറയുടെ നൈറ്റ് പെർഫോമൻസ് കുറച്ച് ശോകമായത് അത്ര ക്ലിയർ അല്ല. എന്നോട് ചേട്ടൻ്റെ അവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ബാൽക്കണിയിൽ പോയിട്ട് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും നല്ല വൈബായിരുന്നു. ഇപ്പം ഇറങ്ങി വന്ന കണ്ടില്ലേ, അതാണ് നിഖിൽ ചേട്ടൻ അമ്മുവിൻ്റെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നില്ലെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും മുകളിൽ ഇങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ ഫുഡും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട്, ഓരോരുത്തർ പാട്ടൊക്കെ പാടുന്നുണ്ട്. ആർക്കും വേണമെങ്കിലും പാടാം കേട്ടോ. അപ്പോൾ കുറേ പേരിങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ കയറി പാടി. ഗൈസ്, ഇപ്പോൾ അടുത്ത ഫോട്ടോ സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രീതമ്മായി, പിന്നെ രമമ്മായി, എൻ്റെ അമ്മ, പിന്നെ മഞ്ജുമായി, നിഷമ്മായി, പിന്നെ സിന്ധല്യമ്മ എല്ലാവരും ഉണ്ട്. അമ്മ എന്നെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്തോ ഒപ്പിക്കുകയാണല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ആ നോട്ടം. നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരിക്കാമെന്ന് ഓർത്തു. എൻ്റെ അച്ഛമ്മ നിൽക്കണം. എവിടെ അച്ഛമ്മനെ വിളിച്ചിട്ട് അച്ഛമ്മ കേൾക്കണമൊന്നുമില്ല.
ചെയ്തുകൊണ്ടിരിക്കുന്നു വ്ലോഗ് അപ്പൊ അവരൊക്കെ ഭയങ്കര കളി. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി നിൽക്കുന്നത് എന്റെ കസിൻ ചിന്നുവാണ് കേട്ടോ. അപ്പൊ അതേ പുറത്താണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മാവന്റെ പാട്ട് നടക്കുകയായിരുന്നു. അപ്പൊ അമ്മാവൻ പറഞ്ഞവിടെ സുന്ദരിമ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അമ്മാവൻ മാത്രല്ല കേട്ടോ, എന്റെ അമ്മ അതുപോലെ തന്നെ ഉണ്ണിമാമനൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ അവിടെ നിൽക്കണ്. ഇപ്പൊ കണ്ടില്ല, അതാണ് നമ്മുടെ കല്യാണ ചെക്കൻ്റെ അച്ഛൻ നിർമ്മമാമൻ. ഗൈസ് ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. രാജേഷ് മാമൻ ഉണ്ട് ഇവിടെ വിളമ്പാനായിട്ട്. കണ്ടോ, അപ്പുറത്ത് വെല്ലിച്ചനാണ് ദിനലിച്ചൻ. എന്റെ അച്ഛന്റെ ചേട്ടനാണ് കേട്ടോ ദിനലിച്ചൻ. അപ്പൊ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു വിളമ്പാനായിട്ട്. എന്താടാ അപ്പൊ ചിക്കൻ കറി അതുപോലെ തന്നെ ചപ്പാത്തി ഫ്രൈഡ് റൈസ് ഇതെല്ലാം ആയിരുന്നു ഫുഡ്. അപ്പൊ ഞാൻ കുറച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ രമ്മമായൊക്കെ ഉണ്ട് വിളമ്പാൻ. അപ്പൊ നമ്മുടെ കല്യാണ ചെക്കൻ ചേട്ടൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന അച്ചുവാണ് രാജേഷ് മാമന്റെ മോൻ. പിന്നെ ഇത് റൈറ്റ് സൈഡിൽ ചിന്തിച്ചേട്ടൻ, പിന്നെ എൻ്റെ അനിയത്തി നവ്യ, പിന്നെ അമ്മു നിഖിൽ ചേട്ടൻ. അപ്പൊ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഇപ്പൊ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇത്രയും നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണൊന്ന് തുടങ്ങിയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അണ്ണനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോയിൽ നോക്കാനായിട്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഒക്കെ അവൻ പാവം പോസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടി സംഭവങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും വിശ്രമിക്കുകയാണ്. പിന്നെ കുറച്ച് പേരും കൂടി ഉണ്ട് കഴിക്കാനായിട്ട്. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതേ കുറേ പേരൊക്കെ ഇറങ്ങി തുടങ്ങി. കാരണം ദൂരെയുള്ളവർക്കൊക്കെ നേരത്തെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഫുഡ് കഴിച്ച് ആവശ്യമായിട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ചിക്കൻ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷനൊക്കെ ആയിരുന്നു. ബാക്കിൽ ഓൾറെഡി കുറച്ച് ചില്ലായിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ടേക്കണോണ്ട് തന്നെ ആ ഒരു കല്യാണ വൈബ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചിക്കൻ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും റെഡിയായി. നമ്മുടെ ചിക്കൻ ഡാൻസിൽ ആദ്യം ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും സോങ് തുടങ്ങുന്നത്. പിന്നെ സെയിം മ്യൂസിക് തന്നെ പയ്യെ സ്പീഡിലോട്ട് പോകും. നല്ല രസമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു, കുറേ ചിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് പേരുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ അടപ്പ് ചെയ്ത് അടക്ക പോയിട്ട് ഓരോരുത്തർ പോയി വിളിച്ച് ഓരോരുത്തരെ കൊണ്ടുവന്ന് നല്ല രസമായിരുന്നു കേട്ടോ. കൊടുക്കാം ചിന്തിച്ചേട്ടൻ്റെ ഫ്രണ്ട്സിന് കൊടുത്താലോ? പഠിച്ചോ വാ ചേട്ടാ വാ.
ചിക്കൻ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളടുത്ത പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പിന്നെ ശ്രീമാവനും കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ പാടാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ലിറിക്സ് ആപ്പിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് പാടുന്നത്. നമ്മുടെ ഭദ്രക്കിനാവിനുണ്ടല്ലോ, അതാണ് പാടുന്നത്, നേരത്തെ കേട്ടില്ലേ. അപ്പോൾ ഈ പാട്ടെന്നൊക്കെ പറയണത് നമുക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും കേൾക്കാനാണെങ്കിലും പാടാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ ഏത് പാട്ടാണെങ്കിലും എന്താ, നമ്മുടെ എല്ലാവരും കൂടി കസിൻസൊക്കെ കൂടി പാടുമ്പോൾ തന്നെ ഒരു വൈബല്ലേ. അപ്പോൾ എല്ലാം നല്ല രസമായിരുന്നു. അന്നത്തെ ഒരു ദിവസം ഫുൾ ഫണ്ണായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കേൾപ്പിക്കാത്ത. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആ പാട്ട് നിങ്ങൾ എന്തായാലും കേൾപ്പിച്ചു തന്നേനെ. കേസ് അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പാട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്നാണ് പ്ലാൻ ചെയ്ത് അങ്ങനെ പാടിയത്. അപ്പോൾ ശ്രീമാമൻ നമ്മുടെ ഒപ്പം പാടാൻ വന്നിട്ടുണ്ടായിരുന്നു. അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും എല്ലാവരും കൂടി നല്ല രസമായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി ഗൈസ്. ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ ആകെ ക്ഷീണിച്ച് ഡാൻസ് കളിച്ച് പാട്ട് പാടി. നമ്മൾ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ പാടിയിട്ട് തൊണ്ടയൊക്കെ അടിച്ചു പോയി ഗൈസ്. ഒരു രക്ഷയില്ല. മറ്റേ നാളെ കല്യാണമാണ്, മര്യാദയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു പാടാനായിട്ട്, ഒച്ചപ്പാടുണ്ടാക്കാനായിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്താണ് എനിക്ക് പുറത്തുനിന്നുള്ള ഫുള്ളായിട്ടുള്ള വ്യൂ വീടിൻ്റെ എടുക്കാൻ പറ്റിയത്. ആ ഒരു മതിലിലും ഒക്കെയുള്ള ലൈറ്റ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നല്ല രസമില്ല. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നടന്നാണ് പോയത്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുള്ളൂ, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നടക്കാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ ഈ ലൈറ്റ് കിട്ടുന്ന ആംഗിൾ നോക്കി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോഴാണ് വലിയച്ഛനും വലിയമ്മയും അവരൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കാറ് വീട്ടിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവരും പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വ്ലോഗ് ചെറിയൊരു വ്ലോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.